और प्रेम देखकर मैं विश्वास से कह सकता हूं, केरला का ये नया वर्ष एक नया आरंभ लेकर आया है। ये नववर्ष केरला के विकास का वर्ष होगा। ये नववर्ष नई राजनीति के आरंभ का वर्ष होगा। अब केरला पार्लियामेंट में अपनी मजबूत आवाज भेजेगा। इसलिए आज केरला भी कह रहा है, फिर एक बार, 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 फिर एक बार। സുഹൃത്തുക്കളെ, നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കണ്ടിട്ട് ഞാൻ വിശ്വാസത്തോടെ പറയും, ഈ പുതിയ വർഷം പുതിയ തുടക്കം കൊണ്ടുവരാൻ പോവുകയാണെന്ന്. ഈ പുതിയ വർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കും. പുതിയ രാഷ്ട്രീയം തുടങ്ങുന്നതിന്റെ വർഷമായിരിക്കും. ഇത്തവണ പാർലമെന്റിലേക്ക് കേരളം തങ്ങളുടെ ശക്തമായ ശബ്ദങ്ങളെ കേൾപ്പിക്കും. അതുകൊണ്ട് ഇന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ കൂടി മോഡി സർക്കാർ. साथियों, कल नववर्ष विशु के पावन अवसर पर ही बीजेपी ने अपना संकल्प पत्र जारी किया है। बीजेपी का संकल्प पत्र देश के विकास का संकल्प पत्र है। बीजेपी के संकल्प पत्र में मोदी युडे गारंटी होती है। आयुष्मान भारत के तहत केरला के 73 लाख से ज्यादा लाभार्थियों को आर्थिक मदद मिली है। अब बीजेपी ने घोषणा की है कि 70 ईयर्स से अधिक आयु के सभी सीनियर सिटीजन्स को आयुष्मान योजना के तहत फ्री मेडिकल ट्रीटमेंट मिलेगी और यही मोदी युडे गारंटी। मोदी युडे गारंटी यानी पीएम आवास योजना में गरीबों के लिए 3 करोड़ नए घर बनेंगे, नए आवास बनेंगे। यहां केरला में भी हजारों गरीबों को नए घर मिलेंगे। मोदी युडे गारंटी यानी केरला के हर जन औषधि केंद्र पर लोगों को 80% डिस्काउंट पर सस्ती दवाई मिलती रहेगी। मेडिसिन विथ 80% डिस्काउंट। मोदी युडे गारंटी यानी हमारे युवाओं को मुद्रा योजना में अब 10 लाख की जगह 20 लाख रुपीस का सपोर्ट मिलेगा। സുഹൃത്തുക്കളെ, ഇന്നലെ വിഷുവിന്റെ പുണ്യദിനത്തിലാണ് ബിജെപി തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബിജെപിയുടെ പ്രകടന പത്രിക രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യപരിപാടിയാണ്. ബിജെപിയുടെ പ്രകടന പത്രികയിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 73 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക
സഹായം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി.ജെ.പി. ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ്. And I want to explain a little bit about how I see this fight. ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. പ്രധാനമന്ത്രിയും ബി.ജെ.പിയും പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു ആളുകൾ, ഒരു ദേശം, ഒരു നേതാവ്. ഇതാണ് ബി.ജെ.പിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും. And this is a fundamental misunderstanding of our country. ഇതെന്ന് പറയുന്നത് ഒരു ദേശം, ഒരു നേതാവ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള